പെപ്കോ പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുരുമുളകും കാപ്പിയും ഒരുമിച്ചുള്ള കൃഷി രീതിയെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ കുരുമുളകിന്റെ കൂടെ എല്ലാവരും കുരുമുളക് ചെയ്യുമെങ്കിലും അതിന്റെ കൂടെ കാപ്പി കൃഷി ചെയ്യാൻ പലർക്കും മടിയാണ്. അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലും അതിനുള്ള കാലാവസ്ഥയില്ല, അല്ലെങ്കിൽ മണ്ണിന്റെ ഘടന അങ്ങനെയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പലരും കാപ്പി കൃഷി ചെയ്യാൻ മടിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ജില്ലകളിലും നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കും. എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താലാണ് നമുക്ക് കാപ്പി കൃഷിയും കൂടി കുരുമുളകിൻ്റെ കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നതെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണാം. നമ്മൾ കുരുമുളകിന് കൊടുക്കേണ്ട വളപ്രയോഗം ഏതൊക്കെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെ സമയങ്ങളിലാണ് കുരുമുളകിന് വളം കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കുറ്റിക്കുരുമുളകിനാണോ വള്ളിക്കുരുമുളകിനാണോ ഏത് സമയത്താണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത്. അതുപോലെ കുരുമുളകും കാപ്പിയും ഒരുമിച്ചുള്ള കൃഷിത്തോട്ടങ്ങളും കൂടി നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ കർഷകർക്ക് കൊടുക്കുന്ന കുരുമുളക് വള്ളികളും അവരുടെ അഭിപ്രായങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. പറയാൻ പോകുന്നത് കുരുമുളകിൻ്റെ വരുമാനം മാത്രമായത് എല്ലാവരും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കൃഷി ചെയ്യണം, എല്ലാ കൃഷിയും ചെയ്യാം. അപ്പോൾ ഇതിന് വരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുരുമുളകും കാപ്പിയും ചെയ്യുകയാണെങ്കിൽ കാപ്പി ഒരു വരുമാനമായി, കുരുമുളക് ഒരു വരുമാനമായി. അഥവാ ഒന്നിൻ്റെ വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിന് നമുക്ക് വില കിട്ടും. അപ്പോൾ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. പിന്നെ ഇതിനൊന്നും വലിയ വളങ്ങൾ കൊടുത്തിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ കുറഞ്ഞ വളത്തിൽ നമുക്കതിൻ്റെ ഇത് പഠിക്കാനുണ്ട്, കുറച്ച് കൃഷി രീതി പഠിക്കാനുണ്ട്. ആ പഠിച്ചെങ്കിൽ മാത്രമേ ഈ രീതിയിൽ കൃഷി ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാപ്പിക്ക് കൊടുക്കുന്ന വളം തന്നെ കുരുമുളകിന് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടിനും നമുക്ക് ഒരേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പറയുന്നത് എന്താ പറയുക, നമ്മൾ കരിയിലാണ് നമ്മൾ എല്ലാവരോടും പറയുന്നത്, ശുപാർശ ചെയ്ത് നമ്മൾ പറമ്പിൽ നിരത്തിയിടുക. കരിയില വള്ളിക്ക് പച്ചില കൂട്ടാതെ കരിയിലകൾ കൂട്ടി കൊടുക്കുക അധികവും. അതായത് മഴ പോകുന്ന പോക്കിനാണ് നമ്മൾ ഈ കരിയില കൂട്ടി കൊടുക്കേണ്ടത്. അപ്പോൾ പുതുമഴ പെയ്യുമ്പോഴത്തേന് അത് നമുക്ക് പൊടിഞ്ഞ് മൈക്രോന്യൂട്രിയൻ്റെ രൂപത്തിലായി മാറും. അത് നമ്മൾ മരങ്ങളിൽ ഇപ്പോൾ കുരുമുളക് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ തന്നെ ഇലകൾ വീണിട്ട് നിലം മുഴുവൻ കരിയിലായിക്കോളൂല്ലോ. മരങ്ങളല്ലേ അല്ല, നമ്മൾ ഇടക്കൊന്ന് വെട്ടി കൊടുക്കണം. ഇടക്കൊന്ന് അടിച്ചോലകളൊന്ന് വെട്ടി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ മണ്ണിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ചോട്ടിലേക്ക് വരിയിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഈ വീഡിയോസിൽ കാണിക്കുന്നത് ഞാൻ നോക്കുന്ന തോട്ടമുണ്ട്. ഇട കലർന്നിട്ട് കാപ്പിയും കുരുമുളകും കൂടി ഇട കലർന്നിട്ടാണ് നമ്മൾ ഞാൻ നോക്കുന്ന തോട്ടം തന്നെ ഞാൻ തന്നെ ചെയ്തു കൊടുക്കുക. എൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. അതുപോലെ തന്നെ എൻ്റെ തോട്ടവും അതേപോലെ തന്നെ ആ രീതി കണ്ടിട്ടാണ് അവരിങ്ങനെ ചെയ്യാൻ പറയുന്നത്. അതേപോലെ നമ്മൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ടിൻ്റെയും കൂടി വരുമാനമാവും. അപ്പോൾ ഒന്ന് പോയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് മറ്റത് നമുക്കതിന് കേട് വന്നതിൻ്റെ അല്ല, നമുക്ക് കേട് വരുന്നത് നമ്മളാണ് കേടാക്കുന്നത്. നമ്മൾ ആവശ്യമില്ലാതെ ഇതിന് വളവും മരുന്നും കൊടുക്കുന്നതുകൊണ്ടാണ്. ഏതൊക്കെ ടൈമിന് കൊടുക്കണം, ഏതൊക്കെ സമയത്ത് കൊടുക്കണം ഒന്നും അതറിയില്ല. പിന്നെ ഈ കുറേ കൊടുക്കും. ഇപ്പോൾ ഒരു പ്രാവശ്യം കായ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കണം അടുത്ത കൊല്ലം ഇതിനെക്കാട്ടി കൂടുതൽ കൊടുത്ത് ഇങ്ങനെ ഇത് കൂടുതൽ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരാഗ്രഹം. അപ്പോൾ ജൈവ കൃഷിയാണെങ്കിലും രാസവള കൃഷിയാണെങ്കിലും ദോഷം തന്നെയാണ്. അപ്പം നമ്മൾ അതിനാവശ്യമായ സാധനങ്ങൾ കൊടുത്താൽ മതി. കുറച്ച് കൊടുത്ത് കൊണ്ടുവരിക. ഈ 17 ദിവസത്തെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നത്. അതെന്താണ് 17 ദിവസം കഴിയുമ്പോഴാണ് എന്ത് മാറ്റം അങ്ങനെ സംഭവിക്കുന്നത്? 17 ദിവസം അല്ല, അത് നമ്മൾ കുറ്റിക്കുരുമുളകിന് നമുക്ക് 17 ദിവസം കൂടുമ്പോൾ കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് മൂക്കാനും പെട്ടെന്ന് ഇതിങ്ങനെ ഓരോ തിരിക്കും ഓരോ ഇലക്കും തിരി വരുന്നുണ്ടല്ലോ. അപ്പം നമ്മളിത് പെട്ടെന്ന് മൂക്കാനും പിന്നെ ഇതൊരു മൂപ്പ് കഴിഞ്ഞാൽ 9 മാസം വരെ നമുക്ക് ഈ തിരിയിൽ ഓരോ കണ്ണിക്ക് തിരി വരുള്ളൂ. അത് കഴിഞ്ഞാൽ ഇതിനൊരു നിപ്പുണ്ട്. ആ നിപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 17 ദിവസം കൂടുമ്പോൾ നമ്മൾ കലക്കി ഒഴിച്ചു കൊടുക്കാനാണ് പറയുന്നത്. ചിലവർ അത് 8 ദിവസം കൂടുമ്പോൾ ഒഴിക്കുന്നുണ്ട്. അവർക്ക് ആ മാറ്റം വരും. കാരണം ഇത് ഒരു കണ്ടൽ ചെടീൻ്റെ രൂപമാണ് ഈ നമ്മൾ കുറ്റിക്കുരുമുളക്. അപ്പോൾ ഈ കുറ്റിക്കുരുമുളകിന് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഇതിന് ദിവസം വെള്ളം നമ്മൾ നനയ്ക്കണമല്ലോ. ഇതിന് വെള്ളം എല്ലാം പറ്റില്ല. ഇതായതുകൊണ്ട് പെട്ടെന്ന് വളർച്ചയാണ്. അതേപോലെ ഈ ഗേളുബ്രീൻ എന്നുള്ള ചെടിയും പെട്ടെന്ന് വളരും. ഈ വെള്ളം ഓവറായി കഴിഞ്ഞാൽ അതിൽ വളം കൂടി ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും. ആ വളർച്ച നമ്മൾ ഈ കുരുമുളകിന് കാണിക്കുന്നുണ്ട്. അപ്പൊ കുറ്റിക്കുരുമുളകിന് മാത്രമേ നമ്മൾ ഈ 17 ദിവസം കുറ്റിക്കുരുമുളകിന് മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ വളർച്ചാഘട്ടത്തിലാണ് വലിയ വള്ളിക്ക് കയറ്റ വള്ളിക്ക് വളർച്ചാഘട്ടത്തിൽ നമ്മൾ അടുപ്പിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇത്ര നീണ്ടു നിൽക്കുന്നത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി അരടി അല്ല ഒരടി നമുക്ക് നീണ്ടു കിട്ടും.
കണ്ണികളും മുകളിലോട്ടുള്ള കേറ്റവള്ളി വളർച്ചാഘട്ടം എന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ തളർത്ത് വരുന്ന വളർച്ചാഘട്ടം. ഈ വളർച്ചാഘട്ടം ഫസ്റ്റിലെ ഇലകൾ ഇങ്ങനെ തളിരായിട്ട് ഇങ്ങനെ വരുന്നതാണ് വളർച്ചാഘട്ടം. ഇത് ഈ വളർച്ച നിന്ന് കഴിഞ്ഞാൽ ഇത് ഉറങ്ങുന്ന സമയം, ആ സമയത്ത് നമ്മൾ വളം കൊടുക്കണ്ട. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരു ഏകദേശം ഒരു 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം കൂടുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയുള്ളത് നമുക്ക് ഒരടിയും കൂടി നീണ്ടു കിട്ടും. അങ്ങനെ ആ വളർച്ചാഘട്ടത്തിൽ വേഗം ആക്കിയെടുക്കുക വള്ളീനെ. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ വളങ്ങൾ ചെയ്യാതിരിക്കുക. ഉറങ്ങുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇരിക്കും. ഉറങ്ങുന്ന സമയം എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിന് തളിരില്ലാതെ ഇങ്ങനെ തളിരില്ലാതെ വരും. തളിരുള്ള സമയത്ത് നമ്മൾ കൊടുക്കണ്ട. അപ്പൊ ഇങ്ങനെ ഇലകൾ ഇങ്ങനെ വരുന്ന സമയത്ത് മാത്രം നമ്മൾ, അതായത് നമ്മളിപ്പോ ഒരു ചെടിയും നോക്കിയിട്ട് പുതുമഴ പെയ്യുമ്പോൾ പെട്ടെന്ന് തളിർക്കും. അവിടെ മൈക്രോന്യൂട്രിയൻ പ്രകൃതി ആക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് പെട്ടെന്ന് തളിർക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഒരു തള്ളലിന് വേണ്ടിയിട്ടാണ് ഈ വളങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ആ തള്ളിച്ച് കിട്ടും ചെയ്യും, ആരോഗ്യത്തിൽ വരും ചെയ്യും ചെടികൾ. കാപ്പി കൃഷി ചെയ്യുമ്പോൾ ഇടുക്കിയിൽ മാത്രമല്ല അതിന് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയുള്ളൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനുള്ള പ്രകൃതി അതിനുള്ള ഇല്ല. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിട്ട് ഒരു കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ആദ്യം നമുക്ക് വേണ്ടത് വെള്ളം. അതൊരു മുഖ്യ ഘടകമാണ്. വെള്ളം ആദ്യം ശരിയാക്കിയതിന് ശേഷമാണ് ഏത് സ്ഥലത്തും കാപ്പിയും കുരുമുളകും ഒക്കെ ഉണ്ടാവും. കുരുമുളക് ഉണ്ടാകുന്ന സ്ഥലത്ത് എന്തായാലും കാപ്പി ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ ഇപ്പോൾ കുരുമുളകും കാപ്പിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ താഴെനാട്ടിൽ ചെന്നിട്ട് ചില ഭാഗങ്ങളിലൊക്കെ കാപ്പിയും കുരുമുളകും, ഇപ്പോൾ ഈ കുറ്റിപ്പുറം എന്നുള്ള സ്ഥലത്ത് കാപ്പിയും കുരുമുളകും നിറഞ്ഞിരിക്കുന്ന സ്ഥലം എൻ്റെ കണ്ണിൽ കാണാനായി. അങ്ങനെ ദൂരെ സ്ഥലത്തേക്ക് പോകുമ്പോൾ കണ്ടതാണ്. അപ്പോൾ അവിടെയൊക്കെ സ്പ്രിംഗ്ലർ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കാപ്പിയും കുരുമുളകും എല്ലാ കൃഷിയെടുത്ത് ചെയ്യാം. നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ചെടിയിൽ തന്നെ 4 വെറൈറ്റിയാണ്. ഇത് 5-ാം മാസം ആയിട്ടുള്ളൂ. 5 മാസം കൊണ്ട് നമുക്ക് ഇതേപോലെ 4 വെറൈറ്റികളാണ് ഇതിൽ ചെയ്ത് ഒറ്റ ചെടിയിൽ. ബ്രൗൺ നിറത്തിലുള്ളത് അല്ലേ? ഇതെന്താ, ഇത് ഏതാ കാപ്പി വെറൈറ്റി? ഇത് നല്ല വലിപ്പം ഉണ്ടാവും, നല്ല നീട്ടുള്ള പരിപ്പാണ്. AB പരിപ്പ് തന്നെയാണ് അതും വരിക. ഇതിൽ പിന്നെ HRC ചെയ്തിട്ടുണ്ട്, HRC ഉണ്ട്, 10-10 വണ്ടർ ഉണ്ട്, 10-10 4 വെറൈറ്റി തന്നെ ഒരു കാപ്പി ചെടിയിൽ ചെയ്തിരിക്കുന്നത് അല്ലേ? നമ്മൾ വയനാട് ജില്ലയിൽ എവിടെ വേണമെങ്കിൽ നമ്മൾ കാപ്പി ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കൂലേ? ഇത് നമ്മൾ ഈ സാറിന് കൊടുക്കുന്ന ഒരു വള്ളിയാണ്. പിന്നെ തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇത് കോട്ടമുണ്ടി എന്ന് പറഞ്ഞ ഇനാണ്, കോട്ടമുണ്ടി. 10 വെറൈറ്റിയാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്, ഈ മാഷിന് കൊടുക്കുന്നത്. 10 ഇനങ്ങൾ. ഓക്കെ. ഇത് അത്യാവശ്യം വെയിറ്റ് വരുന്ന കുരുമുളകല്ലേ? സാറിന്റെ പേരൊന്ന് പറയോ? എൻ്റെ പേര് മോഹനൻ. എവിടെയാ സ്ഥലം? എവിടെയാ? ഞാൻ മാനികാവ്, ചൂതുപാറ മാനികാവാണ്. ഈ യൂട്യൂബിലും മുഖാന്തരമാണ് ഞാൻ മുഹമ്മദ് അലിക്ക് പരിചയപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാപ്പീൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തോട് എനിക്ക് വളരെയധികം ആദരവാണ് തോന്നുന്നത്. ഇത്രയും ചെറുപ്പത്തിൽ മുതൽ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ കഠിനമായിട്ട് ഏതാണ്ട് 500 ഇനം കുരുമുളക് അദ്ദേഹം കണ്ടുപിടിച്ചതായിട്ടാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഏതാനും ഇനങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ട് പോവുകയാണ്. അതിൽ എനിക്ക് വളരെയധികം സന്തോഷവും അദ്ദേഹത്തോട് വളരെയധികം കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇത് എല്ലാ കർഷകർക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഇത് അത്യാവശ്യം 450 ഗ്രാമോളം വെയിറ്റ് വരുന്ന ഇനമാണ്. പച്ച ഉണങ്ങി കഴിഞ്ഞാൽ കാപ്പി ചെയ്ത് കംപ്ലീറ്റ് ഇത് കുറ്റിക്കുരുമുളകല്ല, അത് എന്താ തിരിയിടാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടി നിങ്ങൾക്ക് തന്നാണ്. അപ്പൊ ഇതെന്തെന്നറിയോ, ഇത് മരത്തിൽ ഇത് വെക്കുമ്പോൾ അതിൽ കുഴിയൊക്കെ എടുത്തിട്ട് പയ്യെ പൊട്ടിച്ചിട്ട് ഇവിടെ എന്നിട്ട് ഇത് അയച്ചു കളയണം കേട്ടോ. ബ്ലേഡ് വെച്ചിട്ട് ആദ്യം തട്ടണ്ട. ഇത് നമ്മൾ മോഹനൻ സാറിന് ഇപ്പോൾ കൊടുക്കുന്ന വള്ളികളാണ്. ഏകദേശം 10 വള്ളികളോളാണ്, ഡിഫറെൻറ്റ് വെറൈറ്റി വള്ളികളാണ് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത്. നല്ല സൂപ്പർ ബോൾട്ട്. ഇനി നമുക്ക് കുരുമുളകും കാപ്പിയും ഇടകലർത്തിയിട്ടുള്ള ഒരുമിച്ച് കൃഷി ചെയ്യുന്ന തോട്ടങ്ങൾ കൂടി കാണാം.
2 വർഷമായിട്ടുള്ള തൈച്ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ കാപ്പി ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 വർഷമായിട്ടുള്ള തൈച്ചെടിയിലും ചെയ്യാം, ഒരു 50-60 വർഷമായിട്ടുള്ള കാപ്പി തീരെ ഇല്ലാത്ത കാപ്പി ചെടിയിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് ഇത് കാണിച്ചതെന്നുള്ളൂ. കുരുമുളകിൻ്റെയും കാപ്പിയുടെയും വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.